അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു പഴം പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ പഴം പിസ്സ അല്ല ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി മക്കളെ വിളിച്ചപ്പോൾ ഉമ്മച്ചി ഇന്നെന്താ ചായക്ക് സ്പെഷ്യൽ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പഴം കഴിക്കാമെന്ന്. പക്ഷെ അവർക്ക് ആർക്കും പഴം വേണ്ട. പഴം ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പഴം ഒരു വേണ്ടാന്ന് പറഞ്ഞ പഴം തന്നെ കട്ട് ചെയ്ത് നെയ്യിലൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ 2 കോഴിമുട്ട എടുത്ത് ഉപ്പ് മാത്രം, പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് അടിച്ചിട്ട് ഈ പഴത്തിൻ്റെ മേലെ ഒഴിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിലാവണം കേട്ടോ തീ. അതിന് ശേഷം മുട്ട ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച്. അപ്പോഴേക്കും ചായ അവിടെ ചൂടാറിക്കോട്ടെ. അങ്ങനെ ഇത് മൂടി വെച്ച് അടിഭാഗം വെന്തതിന് ശേഷം ചട്ടകം കൊണ്ട് മറിച്ചിട്ട് പണി കിട്ടും തോന്നിയതുകൊണ്ട് ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്കാണ് കേട്ടോ ഞാൻ മറിച്ചിട്ടത്. മുകൾ ഭാഗം വെന്തിട്ടുണ്ടാവില്ല എന്നറിയാം, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനത് ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് 1 മിനിറ്റും കൂടി വേവിച്ചെടുത്ത്. എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ പ്ലേറ്റിൽ വരെ വീഴുമല്ലോ, അപ്പോൾ അത് കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റി കട്ട് ചെയ്ത്. ഞങ്ങൾ 6 പേരാണ്, 6 പേർക്കും 6 പീസാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച്. കുട്ടികൾക്കും ഇഷ്ടമായി കേട്ടോ. പഴം പിസ്സ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ.